ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ വമ്പൻ കുതിച്ചുചാട്ടം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ലോകബാങ്കിൻ്റെ തന്നെ റിപ്പോർട്ടാണിത്. ലോകബാങ്കിൻ്റെ അപ്പർ മിഡിൽ ഇൻകം അഥവാ ഉയർന്ന മധ്യവർഗ വരുമാന പരിധി ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ മറികടന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഏറെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും മുന്നിലുള്ള എന്നതാണ്. ലോകബാങ്ക് സാധാരണ രീതിയിൽ രാജ്യങ്ങളെയാണ് അവരുടെ ഒരു പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചെടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുടെ വരുമാനം പ്രത്യേകമായി കണക്കെടുത്തപ്പോൾ തന്നെയാണ് വലിയ രീതിയിൽ ഒരുപക്ഷേ വികസന രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വരുമാന വർധനവ് ഉണ്ട് എന്ന ചിത്രം തെളിയുന്നത്. ലോകബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള അപ്പർ മിഡിൽ ഇൻകം പരിധി $4,636. അതായത് പ്രതിശീർഷ വരുമാനമാണ് കൂട്ടുന്നത്. ഒരു വ്യക്തിക്ക് ആളോഹരി വരുമാനം, ഒരു വർഷം ലഭിക്കുന്ന വരുമാനം, അതാണ് കണക്കെടുപ്പ്. ഈ രീതിയിൽ മുന്നേറ്റം നയിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 5 സംസ്ഥാനങ്ങളാണ്. IT നിർമ്മാണ മേഖലയിലെ വലിയ മുന്നേറ്റത്തിലാണ് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രധാനമായും മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇടം പിടിച്ച 5 സംസ്ഥാനങ്ങളും അവരുടെ പ്രതിശീർഷ വരുമാനവും ഇങ്ങനെയാണ്. ആദ്യം ഡൽഹിയാണ്. ഡൽഹിക്കാണ് ഏറ്റവും വരുമാനം. 6,217 പ്രതിശീർഷ വരുമാനം. ഡോളർ കണക്കെടുപ്പിലാണ് വരുന്നത്. കർണാടകയിലേക്ക് വരുമ്പോൾ 5,579. അടുത്തത് തെലങ്കാനയാണ് 5,407. തമിഴ്നാട് അടുത്ത് വരുമ്പോൾ 5,329. പിന്നീട് ഗുജറാത്താണ് 4,734. ഇതിൽ 3 പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ശരാശരി വരുമാനം ഈ നിലവിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത് പലപ്പോഴും വിയറ്റ്നാം, ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കൊപ്പമോ അതിന് മുകളിലോ എന്ന കാര്യം കൂടി വരുന്നുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകതമാണ്. ഇനി കേരളത്തിനും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന റിപ്പോർട്ട് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് കേരളവും ഈ പരിധിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. കേരളം അടക്കമുള്ള 3 സംസ്ഥാനങ്ങൾ ഈ വരുമാന പരിധിയുടെ തൊട്ട് സമീപത്ത് തന്നെ ഉണ്ട് എന്നതാണ്. അതായത് വളർച്ചയുടെ തോതിൽ കേരളവും നമ്മുടെ ഒട്ടും പിന്നിലല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹരിയാന, മഹാരാഷ്ട്ര എന്നിവയ്ക്കൊപ്പം കേരളവും ഈ ലക്ഷ്യത്തിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. നിലവിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടർന്നാൽ വരും വർഷങ്ങളിൽ തന്നെ കേരളവും ഈ അപ്പർ മിഡിൽ ഇൻകം ഗ്രൂപ്പിലേക്ക് ഔദ്യോഗികമായി എത്തിച്ചേരുമ്പോൾ തന്നെ ഈ വേൾഡ് ബാങ്കിൻ്റെ കണക്കിൽ വരുന്നുണ്ട് എന്നതുകൂടി അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നുള്ളത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വരുമാനത്തിലെ അസമത്വം വലിയ തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഈ ഒരു സാഹചര്യം പറയുമ്പോൾ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ വലിയ രീതിയിൽ തകർച്ചയിലാണ് എന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അവരുടെ പിന്നോക്കാവസ്ഥയാണ് സാഹചര്യം. നമുക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ശരാശരി വരുമാനമാണ്. നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിനേക്കാളും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലേക്കാളും വളരെ താഴെയിലാണ് ഈ സംസ്ഥാനങ്ങളുടെ സാഹചര്യം എന്നതാണ്. അതായത് രാജ്യത്തിൻ്റെ ചില സംസ്ഥാനങ്ങൾ വലിയ വളർച്ച നേടുമ്പോൾ മറ്റു ചില സംസ്ഥാനങ്ങൾ വളരെ പിന്നോട്ട് പോക്ക് നടത്തുന്നു എന്നതാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും സമ്പന്ന രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും തമ്മിലുള്ള ഈ വലിയ വരുമാന വ്യത്യാസം നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തുടരുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആളോഹരി വരുമാനത്തിൽ വലിയ വളർച്ച നേടിയെന്ന് പറയുമ്പോഴും അവിടുത്തെ എല്ലാ പൗരന്മാർക്കും, ആ സംസ്ഥാനങ്ങളിലെ എല്ലാ പൗരന്മാർക്കും ഇതേ വരുമാനം കിട്ടുന്നു എന്നല്ല, മറിച്ച് അതിൻ്റെ ആവറേജ് കണക്കെടുക്കുമ്പോഴാണ് ഈ തരത്തിലുള്ളൊരു കണക്ക് പുറത്തു വരുന്നത്. ചുരുങ്ങിയപക്ഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ദരിദ്രരായവരുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കിലും വ്യക്തമാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.